ഹലോ എവറിബഡി വെൽക്കം ടു തനു സിനി ബൈറ്റ്സ്. അങ്ങനെ നെറ്റ്ഫ്ലിക്സും പ്രൈം ആമസോൺ വീഡിയോന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് നമുക്കുള്ളതുപോലെ തന്നെ ബേസിൽ ജോസഫിന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ നമ്മൾ മലയാളികൾക്കുള്ളത് കാരണം ഈ മാസത്തെ മന്ത്ലി സബ്സ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സിനിമയാണ് പൊന്ന് മാൻ. പൊന്ന് മാൻ വിച്ച് ക്യാൻ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ടു ഗോൾഡ് മാൻ. ഈ സിനിമയുടെ ഡയറക്ടർ ആക്ച്വലി ഡെബ്യൂട്ടാൻ ഡയറക്ടർ ആണ് ജ്യോതിഷ് ശങ്കർ. ആൻഡ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ് ബേസ്ഡ് ഓൺ എ നോവൽ ബൈ ഇന്ദു ഗോപൻ. ഇന്ദു ഗോപൻ തന്നെയാണ് ഇതിന്റെ റൈറ്ററും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡയലോഗ്സിലൊക്കെ ആ ഒരു ഒത്തന്റിസിറ്റി ഫീൽ ചെയ്തത്. ആസ് ഓൾവേസ് തനു സിനി ബൈറ്റ്സ് ആയതുകൊണ്ട് ഞാൻ ബൈറ്റ് സൈസ് റിവ്യൂസ് ആദ്യം തരാം. ഫൈനൽ വേർഡിക്റ്റിലോട്ട് ആദ്യമേ ഞാൻ പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ ടു വാച്ച് ദ ചാനൽ. സോ മൈ ഫൈനൽ വേർഡിക്റ്റ് ഇസ് ദാറ്റ് ഈ സിനിമ ഒരു സിമ്പിൾ സ്റ്റോറിയാണ് ഫ്രം എ നൈസ് കോംപ്ലെക്സ് ടൗൺ ആൻഡ് കുറച്ച് കോംപ്ലെക്സ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും വിച്ച് ഇസ് എക്സിക്യൂട്ടഡ് ഇൻ എ വെരി ഗുഡ് വേ ബൈ ദിസ് ഡെബ്യൂട്ടാൻ ഡയറക്ടർ. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ സിനിമ എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാ പ്രായക്കാർക്കും ഫാമിലീൻ്റെ കൂടെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഞാൻ പറയത്തില്ല, കോമഡി ആയിട്ട് അത്ര കോമഡി ഒന്നുമില്ല, എന്നാലും ഒരു നല്ല ഫാമിലി സ്റ്റോറിയാണ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സോഷ്യൽ മെസ്സേജ്. ഈ സിനിമയിൽ എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ലെറ്റ് us start with the performance. Performance by all the actors were absolutely brilliant, starting with the main man Basil Joseph as പൊന്ന് മാൻ. ഐ റിയലി ഫീൽ ഹി നോക്ക്ഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ പാർക്ക്. ഒരു സീനുണ്ട്, അടിപൊളി സീനാണ് കേട്ടോ. അതിൽ പി അജേഷ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് ഡയറക്റ്റ്ലി നമ്മളോട് നോക്കിയാണ് സംസാരിക്കുന്ന. ഒരു മോട്ടിവേഷണൽ സ്പീച്ചാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ പോയി ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ടോണി റോബിൻസിൻ്റെയോ ജോ ഡിസ്പെൻസിൻ്റെയോ ഒരു മോട്ടിവേഷണൽ ഇവൻറ്റിൽ പോയി ഇരുന്നതിൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം ഡയറക്റ്റ്ലി നമ്മുടെ കണ്ണിലോട്ട് നോക്കിയാണ് ഈ മോട്ടിവേഷൻ മൊത്തം തരുന്നതും എനിക്കത് പിന്നെയും പിന്നെയും കേൾക്കാനുള്ള ആഗ്രഹം തോന്നി. ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ക്യാരക്ടറിൽ നിന്നും. പിന്നെ ബേസിൽ ജോസഫ് അല്ലാതെ വേറെ വലിയ റോൾസ് ഉള്ളത് സാജിൻ ഗോപു, നമ്മുടെ അമ്പൻ. അമ്പൻ എനിക്കിപ്പം സാജൻ ഗോപുവിനെ കണ്ട അമ്പൻ എന്ന് ഫീൽ ചെയ്യത്തില്ല, കാരണം അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. അമ്പൻ്റെ റോളിൽ എത്ര ഫണിയായിരുന്നു, അത്രയും ഭീകരം ആൻഡ് ടെററൈസിങ് ആണ് ഈ സിനിമയിൽ. അയാൾ ഫുൾ ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് ആ റോളിന്. എനിക്ക് ശരിക്കും ആ ക്യാരക്ടർ വളരെ ടെറിഫൈങ് ആയിട്ട് തോന്നി. പിന്നെ സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ലിജോ മോൾ ജോസിന്റെ. പുള്ളിക്കാരൻ്റെ മൂത്ത ബ്രദറായിട്ട് അഭിനയിച്ചത് ആനന്ദ് എന്ന് പറയുന്ന നടന. അയാളും വളരെ നല്ലോണമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ വേറെ സിനിമയിൽ അങ്ങനെ കണ്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതിൽ രണ്ട് അമ്മമാരുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സും എന്നാ ബ്യൂട്ടിഫുള്ളി ആണ് ആ രണ്ട് ആക്ടേഴ്സ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ആ രണ്ട് ആക്ടേഴ്സിൻ്റെ പേര് ഞാൻ എടുത്ത് പറയാം. ഒരെണ്ണം സന്ധ്യ രാജേന്ദ്രൻ, പിന്നെ മറ്റേത് ജയ കുറുപ്പ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് എല്ലാവരും ആക്ട് ചെയ്തിരിക്കുന്നത്. ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് ബിക്കോസ് സിംപ്ലിഫൈഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവരെ വളരെ കോംപ്ലെക്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. ലിജോമോളുടെ ക്യാരക്ടറിന് ആദ്യം എനിക്ക് ആ പെണ്ണിനെ ഒന്ന് കൊല്ലാനാണ് തോന്നിയത്. പിന്നെ ആസ് ദ സ്റ്റോറി ഗോസ് നമുക്ക് റിയലി സിമ്പത്തിയും ഫീൽ ചെയ്യും പുള്ളിക്കാരിൻ്റെ ക്യാരക്ടറിന്. അപ്പോൾ ആ ഒരു ഡെപ്ത് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ ആക്ടേഴ്സും ഉണ്ടായിരുന്നു ഈ സിനിമയിൽ, വിച്ച് വാസ് ഗ്രേറ്റ്. പിന്നെ ഐ ലൈക്ക് ദ സിനിമാറ്റോഗ്രഫി ഓഫ് ദിസ് ഫിലിം വാസ് ഡൺ ബൈ സനു ജോൺ വർഗീസ്. നല്ല സിനിമാറ്റോഗ്രഫിയാണ്. കൊല്ലം, സദേൺ കുട്ടനാട്, കായലൊക്കെ കാണിച്ച് നല്ല ബ്യൂട്ടിഫുള്ളിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ പ്രോൺസിൻ്റെ ഫാമിംഗ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഈ സിനിമയിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ ലെറ്റ് മീ റീഡ് ദ നെയിംസ് ആസ് പെർ IMDb. ദ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് സങ്കരൻ AS, അരവിന്ദ് മേനോൻ സൗണ്ട് മിക്സർ, ലിബിൻ T സ്കറിയ ആൻഡ് KC സിദ്ധാർത്ഥൻ. അടിപൊളിയായിരുന്നു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം എന്താണ് ഞാൻ പറയേണ്ടത്, സിമ്പിൾ സ്റ്റോറി ഞാൻ പറഞ്ഞതുപോലെ, പക്ഷേ ഈ സിമ്പിൾ സ്റ്റോറീനെ എങ്ങനെയാണ് എലിവേറ്റ് ചെയ്ത് നമ്മളിൽ ഈ ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും കൊണ്ടുവരുന്നത് ആ സൗണ്ട് എഡിറ്റിങ്ങും സൗണ്ട് മിക്സിങ്ങിലുമാണ്. ഒരു സീനുണ്ട്, ഈ ഒരു അമ്മയ്ക്ക് വേവലാതിയാണ്. ആ വേവലാതിൻ്റെ ഇടയ്ക്കൂടെ ഷി ഹാസ് ടു ഗോ ആൻഡ് നോക്ക് ദ ഡോർ. അപ്പോൾ ഈ വേവലാതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ സൗണ്ട് കേൾക്കാം, ഇങ്ങനെ ഹാർട്ട് ബീറ്റിൻ്റെ ടക്ക് 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 ടക്ക്. ഈ ടക്ക് ടക്കിൻ്റെ ടൈമിലാണ് പുള്ളിക്കാരി പോയി ഡോറ് നോക്ക് ചെയ്യുന്നത്, ടക്ക് ടക്ക്. അപ്പോൾ ഈ തത്തക്കും ഈ ടക്ക് ടക്കും എല്ലാം കൂടി ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഈ വളരെ സ്മൂത്ത്ലി ആണ് ഇത് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ എഡിറ്റിങ്ങും സൗണ്ട് മിക്സ് ഡിസൈനും ഈ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എലമെൻറ്റ് കാരണം ഇവർ ഉപയോഗിച്ചിരിക്കുന്ന സൗണ്ടിൽ നമുക്ക് റിയലി ആസ് വ്യൂവേഴ്സ് മനസ്സിലാവത്തില്ല, ഓ ഇത് ഇങ്ങനെയാണ് പോകുന്നത് അതോ കോമഡി രീതിയിൽ ഇറങ്ങുമെന്ന്. അപ്പോൾ അങ്ങനത്തെ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ എനിക്കിതിൻ്റെ സോഷ്യൽ മെസ്സേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഈ കിടന്ന് ഈ ലെക്ചർ പോലെ തരുന്ന മൂവി റിവ്യൂ പോലെ ഡയറക്റ്റ്
ലെക്ചറിങ് അല്ല ഈ സോഷ്യൽ മെസ്സേജ്. ഇവർ വളരെ ഇൻഡയറക്റ്റ്ലി ഒരു ബ്യൂട്ടിഫുൾ സോഷ്യൽ മെസ്സേജാണ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും, അത് മേ ബി ടു ടേക്ക് ആൻ ആക്ഷൻ. ആൻഡ് ഞാൻ ഇത് ട്രെയിലർ കണ്ടിട്ടില്ല, ബട്ട് ഐ തിങ്ക് ആ ട്രെയിലറിലും ചിലപ്പോൾ ഇത് വന്നതായിരിക്കും. ദാറ്റ് ഡൗറി ഈസ് റിയലി ഇല്ലീഗൽ. നമ്മളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ആൾക്കാരിൽ നിന്നും എടുക്കാൻ. നമ്മൾ ആർക്കും അതിന് സ്ട്രെസ്സ് കൊടുക്കരുത്, ടെൻഷൻ കൊടുക്കരുത്. ഈ ലൈഫ് വളരെ പ്രഷ്യസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ലൈഫ് വളരെ ചെറുതാണ് നമ്മുടെ കയ്യിലുള്ളത്. കോവിഡിൻ്റെ ടൈമിൽ കൂടെ നമുക്ക് മനസ്സിലായില്ല ഈ ലൈഫിനൊന്നും നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നമ്മൾ ആർക്കും സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുകയോ, നമ്മൾ സ്വന്തം സ്ട്രെസ്സ് എടുക്കാതിരിക്കുകയോ, ഈ സ്വർണ്ണ ബിസിനസ്സിൽ ആർക്കും സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുകയോ, ദൗരീൻ്റെ കാര്യം പറഞ്ഞ് ആരെയും ടെൻഷൻ കൊടുക്കാതിരിക്കുകയോ, ലൈഫ് ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് ലിവ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതോടെ ഈ ചേച്ചി സൈൻ ഓഫ് ചെയ്യുവാണ്. നിങ്ങൾ പോയി ഈ സിനിമ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ടതുപോലെ അടുത്ത മാസത്തെ മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ ബേസിൽ ജോസഫ് എന്താണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, അൺടിൽ ദെൻ ടേക്ക് കെയർ. ചൗ ചൗ.